നമസ്കാരം. ചൈന സാമ്പത്തികമായ ഒരു തകർച്ചയുടെ പാതയിലാണോ? സാമ്പത്തിക രംഗത്തെ ചൈനയുടെ അപ്രമാദിത്വം വെറും ഊതി വീർപ്പിച്ച ഒരു കുമിളയായിരുന്നു. കോവിഡിനും തുടർന്നുണ്ടായ ലോക്ക്ഡൌണിനു ശേഷം ചൈനീസ് സാമ്പത്തിക രംഗത്ത് എന്താണ് സംഭവിച്ചത്? പുറത്തു വരുന്ന വാർത്തകളിലെല്ലാം തന്നെ പാളിപ്പോയ ചൈനീസ് തന്ത്രങ്ങളുടെ പ്രതിഫലനം വ്യക്തമാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളും ഇതിൽ ഇന്ത്യക്ക് എങ്ങനെ നേട്ടം കൊയ്യാം എന്നുമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് പരിശോധിക്കാം. ഏതൊരു മേഖലയിലായാലും മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് പരസ്പര വിശ്വാസം. അത് തകർന്നാൽ പിന്നെ വ്യക്തികൾക്കായാലും രാജ്യങ്ങൾക്കായാലും നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ചൈനയുടെ കാര്യത്തിലും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഇന്ന് ഈ രാജ്യം അവരുടെ 85 ലക്ഷത്തിൽ പരം പൗരന്മാരെയാണ് ലോണുകൾ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എയർലൈൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ടോൾ റോഡ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, എന്തിന് ഭക്ഷണം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഇവരുടെ സകല പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 2020 അവസാനത്തിൽ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 57 ലക്ഷമായിരുന്നെങ്കിൽ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ അത് 85 ലക്ഷത്തിലെത്തി. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ വ്യാപകമായ തൊഴിൽ നഷ്ടവും ശമ്പളം വെട്ടിക്കുറച്ച നടപടികളുമാണ് ഇതിനു പിന്നിൽ. ഇനി ഇതിൻ്റെ കാര്യം അന്വേഷിച്ചു പോയാൽ ചെന്നെത്തുക മറ്റൊരു സാമ്പത്തിക പ്രതിഭാസത്തിലാണ്. സാധാരണ നമ്മൾ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, വിലക്കയറ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ചൈനയുടെ കാര്യത്തിൽ വില്ലനായത് ഡീഫ്ലേഷനാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഇടിഞ്ഞു. സാധനങ്ങൾക്ക് തീരെ വിലയില്ലാത്ത അവസ്ഥ. സാധനങ്ങൾ മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്നു. കയറ്റുമതി മുമ്പത്തേക്കാളും ഗണ്യമായി ഇടിഞ്ഞിരിക്കുന്നു. കയറ്റുമതി ഇടിഞ്ഞ കാരണത്താൽ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിയിലും ഗണ്യമായ ഇടിവുണ്ടായി. റിയൽ എസ്റ്റേറ്റ് മേഖലയും വളരെയേറെ പ്രതിസന്ധി നേരിടുന്നു. പണി പൂർത്തീകരിച്ചതും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതുമായ അനേകം കെട്ടിടങ്ങൾ അവരവരുടെ കമ്പനി തന്നെ ഇടിച്ചു കളയുന്നു. ഇതൊന്നും വാങ്ങാൻ ആളില്ലാതെ ബാധ്യത ആയതിനാലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ചൈനയിലെ പല ബാങ്കുകളിലും കിട്ടാക്കടം വർദ്ധിച്ചിരിക്കുകയാണ്. അത് ആഭ്യന്തര കടമായാലും വിദേശ കടമായാലും അങ്ങനെ തന്നെ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ 2019 അവസാനത്തിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യേണ്ടി വരും. 2019 നവംബറിലാണ് ലോകം കൊറോണ വൈറസ് എന്ന് വിളിച്ച വുഹാൻ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. കൊറോണ വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇന്നും തർക്കങ്ങൾ നടക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇവരുടെ സീറോ കോവിഡ് പോളിസി എന്ന നയം സാമ്പത്തിക രംഗത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ലോകരാജ്യങ്ങൾ പെട്ടെന്ന് ലോക്ക്ഡൗണുകൾ പിൻവലിച്ചെങ്കിലും ചൈനയിലെ സ്ഥിതി അതായിരുന്നില്ല. അവിടുത്തെ അനിയന്ത്രിതമായ ലോക്ക്ഡൗണും ഇരുമ്പ് മുഷ്ടിയുമൊക്കെ ചൈനക്കാരെ മാത്രമല്ല ആ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന വിദേശ കമ്പനികളിലും അവമതിപ്പുണ്ടാക്കി. പോരാത്തതിന് ആ ഇടയ്ക്കാണ് സലാമി സ്ലൈസിംഗ് എന്ന അധിനിവേശ തന്ത്രം ഉപയോഗിച്ച് ഓരോ രാജ്യങ്ങളുടെയും അതിർത്തികൾ വെട്ടിപ്പിടിക്കൽ ഇവർ ഊർജിതമാക്കിയത്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരസ്പര വിശ്വാസത്തിൻ്റെ ഘടകം വരുന്നത്. ചൈനയിലുള്ള വിശ്വാസം പല ലോകരാജ്യങ്ങൾക്കും നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നീടാണ് ചൈന +1 സ്ട്രാറ്റജി എന്ന തന്ത്രത്തിലേക്ക് ലോകം ചിന്തിച്ചു തുടങ്ങിയത്. അതായത് ചൈനയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൽ കൂടി ഇവരുടെ മാനുഫാക്ചറിംഗ് ഹബ്ബുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഏഷ്യയിലെ മറ്റൊരു സാമ്പത്തിക ശക്തിയായ ഇന്ത്യക്ക് ഞെർക്ക് വീണു. കോവിഡിന് ശേഷം ചൈനീസ് സാമ്പത്തിക രംഗം കരകയറുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിലും അത് ശാശ്വതമായിരുന്നില്ല. ഇന്ത്യ അടക്കമുള്ള പല ലോകരാജ്യങ്ങളും ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ തോത് കുറച്ചിരുന്നു. ആ ഇടയ്ക്ക് തന്നെയായിരുന്നു ചൈനീസ് റിയൽ എസ്റ്റേറ്റ് ഭീമനായ എവർഗ്രാൻഡയുടെയും തകർച്ചയുടെ ആരംഭം. ഡിമാൻഡ് ഉള്ളതിലും ആവശ്യത്തിലധികം കെട്ടിടങ്ങളാണ് ചൈനീസ് എവർഗ്രാൻഡെ ഗ്രൂപ്പ് പണിഞ്ഞത്. ഇവരുടെ പ്രവർത്തനങ്ങൾ മിക്കതും കടത്തിന്മേലായിരുന്നു. ആ ഇടയ്ക്കാണ് ചൈനീസ് സർക്കാർ ഇവരുടെ കടമെടുപ്പിന് മേൽ നിയന്ത്രണം കൊണ്ടുവരുന്നത്. പൊതുവെ വിൽപ്പന കുറവായിരുന്ന സമയത്തെ കടമെടുപ്പ് നിയന്ത്രണം ഇവരുടെ ക്യാഷ് ഫ്ലോയെ നന്നായി ബാധിച്ചു. ഇത് ഈ കമ്പനിയെ മാത്രമല്ല തകർത്തത്, ഇവർ ആശ്രയിച്ചിരുന്ന ബാങ്കുകൾക്കും നഷ്ടമുണ്ടായി. ലോൺ റീപേയ്മെൻറ്റുകൾ മുടങ്ങിയതാണ് കാരണം. പിന്നീട് ചൈന കണ്ടത് കൂനിന്മേൽ കുരു എന്ന പോലെ പല ചെറുകിട വ്യവസായങ്ങളും തകരുന്നതാണ്. അതാണ് തൊഴിൽ നഷ്ടത്തിനും പിരിച്ചുവിടലിനുമൊക്കെ കാരണമായത്. വിദേശ നിക്ഷേപവും മുൻ വർഷത്തേക്കാൾ ഗണ്യമായി കുറയാൻ തുടങ്ങി. അങ്ങനെയായപ്പോൾ ചൈനയിലെ ലോൺ എടുത്ത സാധാരണക്കാരനും ലോൺ തിരിച്ചടയ്ക്കാൻ പൈസയില്ലാത്ത അവസ്ഥയിലെത്തി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 85 ലക്ഷം പേരുടെ കണക്ക്. ഇവിടെയും ചൈനയുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ലോകം മുഴുവൻ വിമാനത്താവളവും തുറമുഖവും റോഡും പണിയാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, അഥവാ 1 ബെൽറ്റ് 1 റോഡ്. ഇപ്രകാരമാണ് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ടയൊക്കെ ഇവർ കൈക്കലാക്കിയത്. ഇതിൻ്റെ ഭാഗമായി ഏകദേശം 150ഓളം രാജ്യങ്ങൾക്ക് ചൈനീസ് ബാങ്കുകൾ കടം കൊടുത്തിരുന്നു. ഇത് ഇന്ത്യൻ തുകയിൽ പറഞ്ഞാൽ ഏകദേശം 83 ലക്ഷം കോടി രൂപ വരും.
പലിശയടക്കം ഈ തുകയുടെ 60%-ൻ്റെയും തിരിച്ചടവ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 83 ലക്ഷം കോടി രൂപ എന്നുള്ളത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. അനൗദ്യോഗികമായി ചൈന ഏതാണ്ട് ഇതിനടുത്ത് വരുന്ന ഒരു തുക തന്നെ ഈ രാജ്യങ്ങളിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾക്കും പട്ടാളത്തിനുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പല രാജ്യങ്ങളിലെയും സർക്കാരുകളെ അട്ടിമറിക്കാനും എല്ലാ മേഖലകളിലും ഒരു ചൈനീസ് ആധിപത്യം ഊട്ടിയുറപ്പിക്കാനുമാണ്. പക്ഷേ ഇവിടങ്ങളിലെല്ലാം ചൈനയുടെ കണക്കൂട്ടലുകൾ തെറ്റിയത് ഈ കടം വാങ്ങിയ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി തകർന്നതോടുകൂടിയാണ്. 2022 ശേഷം BRI പദ്ധതികൾക്കായി ചൈന ലോൺ കൊടുക്കുന്ന തുക 40% കുറഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളായി ശ്രീലങ്കയ്ക്ക് പുതിയതായിട്ട് ലോൺ തുകയൊന്നും ലഭിച്ചിട്ടില്ല. പ്രധാനമായും ഈ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായി തകരാനുള്ള കാരണം ചൈനയുടെ തന്നെ സംഭാവന എന്ന് ലോകം വിശ്വസിക്കുന്ന കോവിഡ് കാരണമാണ്. അതുപോലെ തന്നെ പണിഞ്ഞ വിമാനത്താവളത്തിൻ്റെയും തുറമുഖത്തിൻ്റെയും ഒക്കെ സാമ്പത്തികപരമായ പ്രാധാന്യവും നഷ്ടപ്പെട്ടു. സാംബിയയിലെ എയർപോർട്ടും ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖവുമൊക്കെ ഇതിൽപ്പെടും. പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖത്തിൻ്റെ പണി ഇനിയും തീർന്നിട്ടില്ല. മാത്രവുമല്ല പവർ പ്രോജക്റ്റുകൾ പണിതതിൻ്റെ പണം ഇനിയും പാകിസ്ഥാൻ കൊടുത്തിട്ടുമില്ല. ശ്രീലങ്കയുടെ കാര്യവും പരിതാപകരമാണ്. IMFൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ ചൈനയുടെ സമ്മതപത്രവും ആവശ്യമുണ്ട്. ഇക്കാര്യത്തിൽ ചൈനീസ് ഭരണകൂടം ശ്രീലങ്കയെ കൈയൊഴിയുകയാണ്. പകരം ഈ വിഷയം ചൈനീസ് ബാങ്കുകളുമായി സംസാരിക്കാനാണ് ചൈനീസ് ഭരണകൂടം ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചൈനയിൽ നിന്ന് കൂടുതൽ കടമെടുക്കുന്നതിന് IMFൻ്റെ വിലക്കുണ്ട്. കൂടാതെ പാകിസ്ഥാനി ജനങ്ങൾക്കിടയിൽ ചൈന വിരുദ്ധ വികാരവും ശക്തമാണ്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചൈന നേരിടുന്ന മറ്റൊരു പ്രശ്നം അവരുടെ ജനസംഖ്യയിൽ യുവാക്കളുടെ എണ്ണം കുറയുകയും വയോധികരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ഇതൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകമാണ്. കോവിഡിന് ശേഷം ചൈനയുടെ ജനസംഖ്യാ ഘടനയിൽ കാര്യമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ ചൈനയുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഇന്ത്യക്ക് ഗുണകരമാക്കാം എന്ന് നോക്കാം. ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ ഒരു ഘടകം ജനസംഖ്യയിൽ യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇവരുടെ വൈദഗ്ധ്യവും വിഭവശേഷിയും ഉയർത്താനായാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ തങ്ങളുടെ പരിധിയിലാക്കാം. IMFൻ്റെ കണക്കുകൾ അനുസരിച്ച് 2028 തന്നെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തി ആകും എന്നാണ് അനുമാനിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ വരും കാലങ്ങളിൽ ഇന്ത്യയെ ലോകത്തിലെ മാനുഫാക്ചറിംഗ് ഹബ്ബ് ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലേക്കുള്ള ടെസ്ലയുടെ കടന്നുവരവ് ചൈനയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസിയും ഈ മേഖലയിലെ കമ്പനികളെ കൂടുതൽ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അഥവാ UNCTADയുടെ കണക്കുകൾ അനുസരിച്ച് പുതിയ വിദേശ നിക്ഷേപങ്ങൾക്ക് ഏറെ പ്രിയമുള്ള ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിലർ കമ്പനിയായ വാൾമാർട്ട് പോലും ചൈനയെക്കാളും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യയാണ്. വൻകിട മാനുഫാക്ചറിംഗ് കമ്പനികൾ മാത്രമല്ല ടെക്, ആരോഗ്യരംഗം, അതുപോലെ തന്നെ ടൂറിസം എന്നീ മേഖലകളിൽപ്പെട്ട കമ്പനികളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യക്ക് ലോകത്തിലെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തി ആകണമെങ്കിൽ ഈ പറഞ്ഞ അനുകൂല ഘടകങ്ങൾ തങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യ മഹാരാജ്യത്തിന് അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ എത്രയും വേഗം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.